പ്രസിദ്ധമായ മഞ്ചേശ്വരം ബീച്ചിനടുത്ത് കുണ്ടുകുളക്ക് എന്ന അതിമനോഹരമായ കൊച്ചു ഗ്രാമം. അവിടെ കൊച്ചു കുഞ്ഞുങ്ങൾക്കായി ഒരു സ്കൂളുണ്ട്, മറിയം അൽബിർ സ്കൂൾ. രാവിലെ കുളിച്ചൊരുങ്ങി സ്കൂളിലേക്ക് ഇറങ്ങുന്ന കുട്ടികൾ കാണേണ്ട കാഴ്ചകൾ മനോഹരമായിരിക്കണം. എന്നാൽ മറിയം അൽബിർ സ്കൂളിലെ കുട്ടികൾ കാണുന്ന കാഴ്ച അത്ര മനോഹരമല്ല. റോഡിൽ ചിതറിത്തെറിച്ച മാലിന്യങ്ങൾ കണ്ട് അവർ അന്താളിച്ചു. ആ സങ്കടക്കാഴ്ച അവരുടെ ടീച്ചർമാരോട് അവർ പറഞ്ഞു. പുളിച്ചു ഗന്ധിയ ചോറുരുളകൾ മുതൽ ചീനടിഞ്ഞ വിസർജ്യങ്ങൾ വരെ ഈ വഴിയിടങ്ങളിൽ കാണാം. ഇവിടുന്ന് 100 മീറ്റർ മാറിയാൽ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്കൂളും മദ്രസയും പള്ളിയും കാണാം. ദിവസവും 100-ലധികം സഞ്ചാരികൾ എത്തുന്ന ഈ വഴിയിടങ്ങളിൽ ആരാണ് ഇത്തരം ക്രൂരതകൾ കാട്ടിവെക്കുന്നത്? നന്മ നിറഞ്ഞ ഈ നാടിനോട്, നല്ലവരായ ഈ നാട്ടുകാരോട് ആരാണ് ഈ ക്രൂരത ചെയ്തു കൂട്ടുന്നത്? ഇത്തരം അടിസ്ഥാന മര്യാദകൾ മാനിക്കാനാകാത്ത സംസ്കാരശൂന്യരായ സാമൂഹ്യദ്രോഹികളെ കണ്ടെത്തേണ്ടത് നാട്ടുകാരായ നമ്മുടെ കടമയാണ്. ഇവിടത്തെ യുവാക്കളുടെ ചുമതലയാണ്. നമ്മുടെ സാമൂഹ്യ നേതാക്കളുടെ അജണ്ട ഇതായിത്തീരട്ടെ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിക്കാൻ ഹരിതമിത്രം എത്തുന്നുണ്ടെങ്കിലും ജൈവ മാലിന്യങ്ങളുടെ കാര്യത്തിൽ ഫലവത്തായൊരു രീതി പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ കണ്ടുവരുന്നില്ല. പൊതുയിടങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതല പൊതുപ്രവർത്തകരുടേതല്ല, അത് പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ട ഗവൺമെന്റ് പൊതുകാര്യാലയങ്ങളുടേതാണ്. അവർ ഇതിനെതിരെ ശക്തമായൊരു നടപടി സ്വീകരിച്ചേ മതിയാവൂ. രാത്രിയുടെ മറവിൽ ഇവർ വലിച്ചെറിയുന്ന ഈ മാലിന്യങ്ങൾ തെരുവു നായകൾ വലിച്ചുകീറി റോഡിലിടുന്നു. അവ വണ്ടി ടയറുകൾക്കിടയിൽപ്പെട്ട് ചിതറിത്തെറിക്കുന്നു. അതിരാവിലെ ഇതിലൂടെ നടന്നും സൈക്കിളിലുമായി പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളിൽ ഇത് മാറാരോഗങ്ങൾക്ക് കാരണമാക്കുന്നു. മൂത്തുമുതിർന്ന പലർക്കും തിരിയാത്ത പല കാര്യങ്ങളും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തിരിയും. അവർ സമരമുഖത്തേക്കിറങ്ങി. അൽബിർ എന്നാൽ നന്മ എന്നാണ്. ഇവിടെ അൽബിർ വിദ്യാർത്ഥികൾ നന്മ മരങ്ങളായിത്തീരുന്നു, നമുക്ക് മാതൃകകളായിത്തീരുന്നു. അവർ കാത്തിരിക്കുകയാണ് എന്നാണ് മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് സ്കൂളിലെത്താനാവുക. ഇതിനൊരു പരിഹാരമുണ്ടാകുന്നതുവരെ അവർ കാത്തിരിക്കും, കാത്തിരുന്നു കൊണ്ടേയിരിക്കും. ശുഭപ്രതീക്ഷയോടെ മ്യൂസ് TV. മഅസ്സലാമ.